ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ളോഗ്സ്. അപ്പം ഇന്ന് വെച്ചാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഞായറാഴ്ച ദിവസം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച കേട്ടോ, കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ബന്ധപ്പെട്ട ആൾക്കാർ തന്നെ കേട്ടോ. അപ്പം അവർ വന്ന വിശേഷങ്ങളും പിന്നെ അതുപോലെ തന്നെ എല്ലാവരും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവരും പരമാവധി വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഇതാ ഉച്ചക്ക് ഒരു ഉച്ച 12 മണിയൊക്കെ ആയപ്പം പൂത്തും തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവര് വരുന്നത് ഒരു മുന്നറിയിപ്പും തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൂത്തി രാവിലെ തന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തൊക്കെയാ വിശേഷം, പിന്നെ എവിടെയാ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് എവിടെയും പോകുന്നില്ലേ ഞായറാഴ്ച? അപ്പൊ ഞാൻ പറഞ്ഞു ഇക്കാക്ക് ലീവ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ നമ്മള് കാഷ്വൽ ആയിട്ട് എപ്പോഴും വിളിച്ച് സംസാരിക്കുമല്ലോ, അതുപോലെ തന്നെയായിരുന്നു കേട്ടോ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് എന്റെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളെയൊക്കെ ഉറക്കി ഞാൻ പുറത്ത് ഒരു ചെക്കൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവനോട് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോയിരുന്നു ഇവര് കയറി വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ വണ്ടിയില്. അപ്പൊ ഞാൻ ഭയങ്കര ഷോക്കായി പോയി. കാരണം ഇന്ന് ഫോൺ വിളിച്ച് ഒരു ചെറിയൊരു ക്ലൂ പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവര് വരുന്നത്. അതുപോലെ തന്നെയായിരുന്നു എന്റെ ഉമ്മയും വരുന്നതും ക്ലൂ കിട്ടിയിട്ട്. ഉമ്മ വരുന്നതും ഇവര് വരാൻ പോകുന്നതിന് കുറച്ച് ഒരു 5 മിനിറ്റ് മുമ്പായിരുന്നു കേട്ടോ ഉമ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാരും ഉച്ചക്കാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവര് ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെങ്കിൽ അവര് ചോറ് കഴിച്ചിട്ടുണ്ട്. അവര് മെഷീൻ വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ വന്നപ്പം കൽപ്പറ്റ വരെ വന്നപ്പം എന്റെ അടുത്തും കൂടി അങ്ങനെ കേറിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെതാ പൂത്തു അങ്ങോട്ട് ജസ്റ്റ് ഇങ്ങനെ നടക്കാണ് കേട്ടോ. മരങ്ങളും ഇതൊക്കെ നോക്കാം. അപ്പൊ കൊറേയൊക്കെ കാട് പിടിച്ച് കൊറേയൊക്കെ നാശമായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ എന്താക്കി, അതിനൊരു കർമൂസ് പറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മോളിലുള്ളത് നമുക്ക് കിട്ടൂല, പക്ഷെങ്കിൽ വേറൊരു തേപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ അതില് ഒന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കർമൂസ് എന്ന് പറയുന്നത് പപ്പായ കേട്ടോ. ചില സ്ഥലത്ത് അത് കറൂത്താന്നൊക്കെ പേരുള്ളത് ഉണ്ട് തോന്നുന്നു. നമ്മള് കർമൂസ് എന്നാണ് കേട്ടോ പറയല്. അങ്ങനെ പിന്നെ അവര് ചായക്കെ കുടിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു, പിന്നെ അവര് പോയിട്ടോ. അപ്പൊ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുളകൊക്കെ നമ്മള് വെയിലത്തിട്ടിട്ട്, അപ്പൊ കുറെ ദിവസമായി ഇങ്ങനെ വെയിലത്തിടുക, പിന്നെ മഴ ചാറുമ്പോ അകത്തേക്ക് എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് കളിക്കൽ തന്നെയാണ് കേട്ടോ പണി. പിന്നെ അത് എന്റെ മകൾക്ക് ചെറുതായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ പിടിച്ച പോലെ ഉണ്ട്, എന്താന്ന് അറിയില്ല കേട്ടോ. ചിലപ്പം ഉറക്കത്തിന്റെ ഒക്കെ ആയിരിക്കും കേട്ടോ. കാരണം നമ്മളെ മക്കള് ചെറുതാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ അധികം നേരം പറ്റില്ലല്ലോ. പിന്നെ അത് അവര് പോയി കുറച്ചല്ല കുറെ കഴിഞ്ഞപ്പോ ഉമ്മ ബസ്സിനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്താൻ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഉമ്മ വരുന്ന ആ ഒരു സമയമായപ്പോ തന്നെ ഇച്ചു എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഇക്കാന്റെ ഉമ്മയും ഇല്ലായിരുന്നു, ആള് മേപ്പാടി എന്തോ ദിക്റോ മറ്റോ ഉണ്ടായിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പം രണ്ടുപേരും ഏകദേശം ഒരേ ടൈമിലാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ അവർക്ക് വേഗം ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാന്. ഇച്ചു സൈക്കിൾ മേല് കളിക്കുന്നുണ്ട്, ഉമ്മാക്ക് ഓടിച്ചൊക്കെ കളിക്കും. അപ്പം എതേ ഉറങ്ങിയെന്നപ്പോ രണ്ടുപേരും എണീറ്റിട്ടുണ്ടോ. പക്ഷെങ്കിൽ പൂത്ത് വന്ന സമയത്ത് രണ്ടുപേരും ഞാൻ ഉറക്കി എണീറ്റ ആ ഒരു ടൈമിനായിരുന്നു കേട്ടോ അവരെത്തിയത്. അതുകൊണ്ട് തന്നെ ഇച്ചുവിനും എതേനും അതൊക്കെ ഒന്നും അവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെതാ നമ്മള് എന്തൊക്കെയോ സംസാരിച്ചിങ്ങനെ ഇരിക്കാണ്. അങ്ങനെ വൈകുന്നേരമായി, പെട്ടെന്ന് തന്നെ സമയം പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ എത്തുമ്പോൾ തന്നെ 2:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്ക് അന്ന് സ്കൂളിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുറെ വീട്ടിൽ നിന്ന് ഞാൻ വന്നതിന് ശേഷം ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ മക്കളെ കാണാനുള്ള പൂതി, കുറെ ദിവസം 3 മാസത്തോളം നമ്മൾ അവിടെ നിന്നതുകൊണ്ട് തന്നെ മക്കളെ കാണാൻ നല്ല പൂതിണ്ട്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മള് ചായക്ക് കമ്പും പിന്നെ ബേക്കറി ഐറ്റംസും ആണ് കേട്ടോ ഉള്ളത്. അപ്പം ചോളം എന്നൊക്കെ ചിലവര് പറയും. അപ്പൊ അത് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതാ വേവിക്കാൻ വെക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബേക്കറി ഉണ്ടായിരുന്നു. അപ്പൊ ബേക്കറി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതന്നെ കൂട്ടിയിട്ടായിരുന്നു കഴിക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ഇതാ ഇച്ചു മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം ഉമ്മ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓന് പിന്നെ മക്കളൊക്കെ കാണുമ്പോ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് പോകും കേട്ടോ. ആളിപ്പം ഒറ്റക്ക് തന്നെ ഏട്ടന്റെ വീട്ടിലേക്കൊക്കെ പോകൽ തന്നെയാണ് പണി. പിന്നെ ഇതാ കോഴിക്കളയും വിട്ടിട്ടുണ്ട്. ഇച്ചുവിന്റെ കാര്യമൊക്കെ പറയാൻ ഭയങ്കര വിറ്റാണ്. നമ്മളെ ശ്രദ്ധ തെറ്റിയ ആള് പുറത്തിറങ്ങി പോകുട്ടോ. ഓനെ മുറ്റത്തിറക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇപ്പൊ ആൾക്കാരുള്ളത് കൊണ്ട് വലിയ സീനില്ല കേട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഓനിതാ ഫ്രണ്ടത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെതാ നമ്മളെ ചോളം എന്ന് വെച്ചാൽ കമ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ ചായ ഒക്കെ കുടിക്കാണ്. അപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് കട്ടൻ ചായ. അപ്പൊ ബേക്കറി എന്തായാലും എടുക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മ വരുമ്പോഴും അടയും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു സ്നാക്കും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതൊന്നും വേണ്ട. പിന്നെ നമ്മളെ വീട്ടിലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അച്ചപ്പ് ഇതൊക്കെ. പക്ഷെങ്കിൽ അത് വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ ഇത് മാത്രം കൂട്ടി കഴിച്ചു. ഇത് പിന്നെ നമ്മള് സ്വീറ്റ് കോൺ ആണ് കേട്ടോ. നമ്മള് സാധാ കോണല്ല. സാധാ കോണ് ചെറിയൊരു ഉറപ്പൊക്കെ ഉണ്ടായി നല്ല ടേസ്റ്റ് അല്ലേ കഴിക്കാൻ വേണ്ടിട്ട്. ഇത് പിന്നെ മധുരിപ്പാണ്. നമ്മൾ എത്ര വേവിച്ചാലും നമ്മള് പച്ചക്ക് കഴിക്കുമ്പോൾ ആ ഒരു മധുരിപ്പിന്റെ പോലെ തന്നെ നമ്മള് വേവിച്ച് കഴിക്കുമ്പോഴും ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എനിക്ക് ഇതിനേക്കാളും കൂടുതൽ ഇഷ്ടം മറ്റേതാണ് കേട്ടോ. പിന്നെ ഇതാ പൂത്ത് വന്നപ്പോഴും കുറെ ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലിപ്പം ഒരു ചോക്കോബാർ അല്ല, കോൺ ഐസ്ക്രീം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം മോമ പോകുമ്പം ആള് ചെറുതായിട്ടൊന്ന് കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര കരയാതിരിക്കാൻ വേണ്ടിയിട്ട് സോപ്പ് ഇട്ടതാണ്. പിന്നെ ഇക്ക വരുമ്പോഴും ഇതാ ഒരു തേങ്ങേന്റെ ഒരു മിഠായി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ അപ്പം തന്നെ ആളിരുന്ന് തീർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹിജുവിന്റെ വൈത്താലെ നടക്കാനേ സമയം ഉണ്ടാവുള്ളൂ. പകല് ഏതേനും കൈ പിടിച്ചിട്ട് വേണം ഓന്റെ ബേക്കിൽ നടക്കാൻ വേണ്ടിട്ടോ. പിന്നെ ഇപ്പൊ ഇതാ കുറച്ച് കുഞ്ഞുമത്തിന്റെ സീസണുകളാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അവിടെയൊക്കെ ഈ ഒരു സീസൺ ഉണ്ടോന്ന് കമന്റ് ചെയ്യാട്ടോ. അപ്പൊ 100 രൂപക്ക് കുഞ്ഞുമത്തി വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ ഞാന് മുടി വെട്ടിക്കാനൊക്കെ പോകുമ്പോ മേടിച്ചിട്ടുള്ളതായിരുന്നു. അങ്ങനെ ഇതാ തക്കാളി മുറിക്കാണ് കേട്ടോ, മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം തലേന്നത്തെ മീൻകറിയാണല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഉണ്ടാക്കിയപാട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കി വെക്കാണ്, വൈകുന്നേരമാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത് മീൻകറി. വൈകുന്നേരം അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രി ആയിരിക്കും. ഇക്കയാണ് മീൻ കൊണ്ടിരുന്നെങ്കിൽ രാത്രിയാണ് കറി വെക്കൽ കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് വെയിൽ കൂടെ മീൻകാരൻ വരത്തില്ല. ആദ്യമൊക്കെ എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ആള് ഗൾഫിലേക്ക് പോയി. പിന്നെ വേറെ മീൻകാരന്മാരൊന്നും അങ്ങനെ വരുത്തില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മീൻകറിക്കുള്ള സെറ്റാക്കി വെക്കും. പിന്നെ ഇക്ക വന്നതിന് ശേഷം മുറിച്ച് അങ്ങനെ ഇടും. അങ്ങനെ ചില ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കും. ചില ദിവസങ്ങളിൽ പകൽ തന്നെ ആണ് കേട്ടോ ഉണ്ടാക്കുക. ഇനിയിപ്പോ രാത്രി മെനക്കാടുണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിലുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെതാ മീൻകറിയും കറി. ഇത് മറ്റൊരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ നെക്സ്റ്റ് ഡേയോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമുള്ള വിശേഷം മറ്റോ ആണ്. എനിക്ക് നല്ല ഓർമ്മയില്ല. കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് കുറവാണല്ലോ ഇപ്പൊ. പിന്നെ ഞാൻ പ്രത്യേകിച്ചും ഡേ ഇൻ മൈ ലൈഫും അല്ലെങ്കിൽ വീഡിയോസ് ഒന്നും കൂടുതലായിട്ട് ഇടാത്തത് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ദിവസങ്ങൾ വേണം വീഡിയോ ഇടാൻ വേണ്ടിട്ട്. എന്നാലാണ് കാണുന്നവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളെ വീഡിയോ കാണാൻ. പക്ഷെ എപ്പോഴും ഒരു ചോറ് വെക്കുക അല്ലെങ്കിൽ കറി വെക്കുക പിന്നെ നമ്മൾ അടിച്ചു വാരി തുടക്കുക, അത് കാണുമ്പോൾ ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഇതിപ്പം അവര് വന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തത് കൊണ്ട് ഇതുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഷോർട്സും കാര്യങ്ങളും നമ്മൾ ഡെയിലി ഇടലുണ്ട്. അത് കാണാത്തവർ ജസ്റ്റ് നമ്മളെ ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അന്നേരം ഫീഡ്ബാക്സും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കാം. പിന്നെ മീൻകറി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള പണിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും. പിന്നെ അതുണ്ടെങ്കിൽ പിന്നെ വേറെ കറിന്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ആ ഒരു കറി ഉണ്ടെങ്കിൽ രാവിലത്തേക്കും അതുപോലെ തന്നെ ഉച്ചക്കേക്കും രാത്രിത്തേക്കൊക്കെ ആവും കേട്ടോ. അപ്പൊ അതാണ് ആകെയുള്ള സമാധാനം. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഒരു മീനിന്റെ ചാകരഞ്ഞി ആയിരുന്നു കേട്ടോ ഇവിടെ. ഓരോ മീനുകൾ ഇരുന്നുകൊണ്ടിരുന്നത് കേട്ടോ. മത്തി പിന്നെ നത്തള് മാന്തള്. അപ്പൊ രാത്രിയൊക്കെ ആകുമ്പോ പ്രത്യേകിച്ചും അവര് പിന്നെ കുറച്ച് 1.5 കിലോ 100 അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമല്ലോ. അങ്ങനെ പിന്നെ വാങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ ഘട്ടങ്ങളായിട്ട് പിന്നെ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വെച്ചിട്ട് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മെയിൻ ആയിട്ട് ഇങ്ങനെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇടണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഡെയിലി വീഡിയോസ് ഒന്നും ഇടാത്തത്. കാരണം ഇട്ട കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു മടുപ്പായിരിക്കും. അപ്പൊ ഞാൻ അതിന് കുറച്ച് കുഞ്ഞുമത്തിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ബാക്കി ഇനി ഫ്രൈ ചെയ്യാൻ എടുക്കാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ 2-3 പിന്നെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ള വിശേഷം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മീന് ഇതാ മുളകൊക്കെ പെരക്കി വെക്കാണ്. അപ്പൊ മാന്തളിന്റെ ഒപ്പം കേട്ടോ. മാന്തള് നമ്മള് നേരത്തെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം ഇതാ മത്തിയും കൂടി റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ചായയും കാര്യങ്ങളൊക്കെ വെക്കാൻ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരമാണ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ മീൻകറി കഴിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി കലാപരിപാടികളൊക്കെയാണ് കേട്ടോ. ഉപ്പയും മക്കളൊക്കെ ഇരുന്ന് കളിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. പിന്നെ മാത്രല്ല നമ്മള് അതിനെയും കൊണ്ട് മുടി മൊട്ടടിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. മറന്നുപോയി ട്ടോ. പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ മീനിന്റെ ചാകരാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് അന്ന് മേടിച്ചിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയുള്ള നമ്മുടെ വിശേഷം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാം. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.